ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്കൊരു ദീർഘകാല നിക്ഷേപത്തിന് വേണ്ട ഓഹരികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ദീർഘകാലം എന്ന് പറയുമ്പോൾ ഒരു 3 വർഷമോ 4 വർഷമോ 5 വർഷമോ 10 വർഷമോ 15 വർഷമോ എന്തുമാകാം. അപ്പോൾ അങ്ങനെയുള്ള ഓഹരികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, അവയ്ക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെല്ലാമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് 15% കൂടുതലായിരിക്കണം ആ ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ളതാണ്. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ആണ്. അതായത് കമ്പനി 1 രൂപയുടെ കച്ചവടം നടത്തുമ്പോൾ അതിൽ എത്ര ശതമാനം ലാഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. കുറേ ടേൺ ഓവർ 10 ലക്ഷം കോടി രൂപയുടെ കച്ചവടം നടത്തി എന്നിട്ട് 10,000 രൂപയെ ലാഭം ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല. അപ്പോൾ ഇത് ബേസിക്കലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കമ്പനിക്ക് മൊത്തമുള്ള സെയിൽസിൽ എത്ര ശതമാനം ലാഭം ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇത് 15% കൂടുതൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. എങ്കിൽ മാത്രമേ ആ കമ്പനിയിൽ നിങ്ങളുടെ നിക്ഷേപം ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാവൂ. ഇനിയുള്ള സംശയം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഞാനിവിടെ പറയാൻ പോകുന്ന എല്ലാ പാരാമീറ്റേഴ്സും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് അതെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം മറക്കാതെ കാണുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് 10% കൂടുതലാണെന്നത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്ക കമ്പനികൾക്കും 10% കൂടുതൽ ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, കൊറോണ കൊണ്ടാണ്. കാരണം 2019 നല്ല ഒരു പൊസിഷനിൽ നിന്ന് 2020 കൂപ്പുകുത്തി വീഴുകയാണ് പല കമ്പനിയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈയൊരു വർഷം പാരാമീറ്റർ അത്ര നിർബന്ധമായി നോക്കേണ്ട ആവശ്യമില്ല. റിലയൻസ് ആണെങ്കിൽ പോലും 2019 നിന്നും 2020 നോക്കുമ്പോൾ ലാഭം കുറയുകയാണ് ചെയ്തത്, ബോട്ടം ലൈൻ ഗ്രോത്ത്. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഈയൊരു പ്രോഫിറ്റ് ഗ്രോത്തിനെ കുറിച്ചും കൺസേൺഡ് ആയിരിക്കണം. കാരണം 10% കൂടുതലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ കമ്പനി വളരുകയാണ് എന്നാണ്. മൂന്നാമത്തെ കാര്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കുറിച്ചാണ്. 10,000 കോടി രൂപയിൽ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ മാത്രം നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുക. അതിനേക്കാളും കുറഞ്ഞ കമ്പനികൾ നല്ലതുണ്ടാകാം. പക്ഷേ നിങ്ങൾ ദീർഘകാലത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ കമ്പനികൾ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കുമ്പം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾക്ക് റിസ്ക് അധികമില്ലാത്ത രീതിയിൽ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താനുള്ള ഉപാധികളാണ്. അപ്പോൾ 3 കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 15% മുകളിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 3 വർഷമായി 10% കൂടുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കണം. കാരണം അതിന് മുൻപത്തെ വർഷത്തിനേക്കാൾ 10% കൂടുതൽ പിന്നത്തെ വർഷം, അത് കഴിഞ്ഞ് 10% കൂടുതൽ പിന്നത്തെ വർഷം അതുപോലെ. മൂന്നാമത്തത്, 10,000 കോടി രൂപയിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായിരിക്കണം. ഇത് 3ഉം നിങ്ങൾക്ക് ഉറപ്പാക്കാമെങ്കിൽ ആ കമ്പനികളിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ധൈര്യമായി നിങ്ങളുടെ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ്. അടുത്തതായി, ഈ 3 കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. വളരെ ലളിതമായ വഴി ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായ റിസർച്ചും അനാലിസിസും ഒന്നും ഇല്ലാതെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.bseindia.com വെബ്സൈറ്റിൽ പോകുക. വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനി, ആ കമ്പനിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഉദാഹരണമായി റിലയൻസ് ടൈപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസിൻ്റെ സകല വിശദാംശങ്ങളും ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യമായി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്നുള്ളതാണ്. ഇതിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ 3ാമത്തെ കോളത്തിൽ 3ാമത്തെ റോയിൽ എം ക്യാപ്പ് ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അതെത്രയാണ്? 13,26,782 കോടി രൂപ. ധൈര്യമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10,000 രൂപയേക്കാളും കൂടുതലുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. താഴേക്ക് പോയി കഴിഞ്ഞാൽ
റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം, റിസൾട്ട്സ് എന്നുള്ളതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം 5ാമത്തെ കോളം OPM എന്നാണ്. OPM പെർസെൻറ്റേജ് മാർച്ച് 2021 15.11 ഉണ്ട്. ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2021 19.82, ഏകദേശം 20%. മോശമില്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യവും മീറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ 15%-നേക്കാളും കൂടുതൽ OPM ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായി പോകാം. മറ്റൊന്ന്, നമ്മുടെ 3 വർഷമായി 10% കൂടുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിസൾട്ട്സ് കാണാം. റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ ട്രെൻഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2017, 18, 19, 20, 21 എന്ന് പറഞ്ഞ് കാണാം. ഇത് നമുക്ക് ബോട്ടം ലൈൻ ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണാം. എല്ലാം കഴിഞ്ഞവിടെ PBT എന്ന് പറഞ്ഞ് കാണാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതല്ല ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ്, അതാണ് ഇവിടെ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം 31,944 കോടി രൂപയാണ് 2021 നെറ്റ് പ്രോഫിറ്റ്. അതിന് മുൻ വർഷം ലഭിച്ചത് 30,903 കോടി രൂപയാണ്. 10% ഇല്ല. ഇനിയിപ്പോൾ അതിന് മുമ്പത്തെ വർഷം നോക്കുകയാണെങ്കിൽ 35,163 കോടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2019 നിന്നും 2020 വരുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കൊറോണയും സെയിൽസും അതും എല്ലാമാണ്. അതേസമയം അതിന് മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ 31,000 നിന്നും 33, 35 ഇങ്ങനെ ഒരു പ്രോഗ്രഷനിൽ തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമായി പറഞ്ഞത്, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഈ കൊറോണയുടെ കാലങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി പ്രോഫിറ്റ് ഗ്രോത്ത് ഒരു ക്ലിയർ ഇൻഡിക്കേറ്ററായി നിങ്ങൾക്ക് ലഭിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അതിന് മുമ്പത്തെ വർഷങ്ങളിലെ കമ്പനിയുടെ അച്ചീവ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയാൻ ഇതുവഴി സാധിക്കും. മറ്റൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, മിക്കവാറും നിഫ്റ്റിയിലുള്ള ഏകദേശം എല്ലാ ഷെയറുകളും അവയെല്ലാം ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ബഹുഭൂരിപക്ഷവും. ഇതോടുകൂടി ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ ഇനിയും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.